മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളം വിധിയെഴുതാൻ ഇനി 6 നാൾ. പ്രചരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, JP നദ്ദ, നിർമ്മല സീതാരാമൻ തുടങ്ങിയ ദേശീയ നേതാക്കളും നാളെ കേരളത്തിൽ. കണ്ണൂർ തളിപ്പറമ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും CPM വിമതർക്കെതിരെ രൂക്ഷ വിമർശനം. പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ UDFന്റെ പരാതിയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ്. ചോദ്യങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിച്ച് TP രാമകൃഷ്ണൻ. വർഗീയ ചുവയുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും LDF കൺവീനർ. വോട്ടിനായി സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് പാണക്കാട് സാഹിബ് അലി ശിഹാബ് തങ്ങൾ. സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കും നോട്ടീസ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ FCRA ബിൽ പരിഗണിക്കില്ല. 16 മുതൽ 3 ദിവസം ചേരുന്ന സമ്മേളനത്തിന്റെ അജണ്ട വനിതാ സംവരണ ബിൽ മാത്രം. ഗൗരവകരമല്ലാത്ത 717 കുറ്റങ്ങൾ ഒഴിവാക്കി സുപ്രധാന നിയമ ഭേദഗതിയുമായി കേന്ദ്രം. ജനവിശ്വാസ് ഭേദഗതി നിയമം ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 5 കോടി കേസുകൾ പിൻവലിക്കും. ചെറിയ കുറ്റങ്ങൾക്ക് ഇനി പിഴ മാത്രം. നേട്ടങ്ങളുടെ നെറുകിൽ ഇന്ത്യ. തദ്ദേശീയമായി നിർമ്മിച്ച 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിതമൻ കമ്മീഷൻ ചെയ്തു. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള INS താരഗിരി കപ്പലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് സമർപ്പിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ റഷ്യ. കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻദ്രോ. ഇറാനിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇസ്രായേലും. കുവൈറ്റിലും അബുദാബിയിലും ഇറാന്റെ ആക്രമണം. നാസയുടെ ആർട്ടിമിസ് 2 പേടകം ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് ചന്ദ്രനിലേക്ക് നീങ്ങുന്നു. സഞ്ചാരം മണിക്കൂറിൽ 7500 കിലോമീറ്റർ വേഗതയിൽ. ഭൂമിയുടെ ചിത്രം പങ്കുവച്ച് ആർട്ടിമിസ് സംഘം. ചൊവ്വാഴ്ച ചന്ദ്രനെ വലം വയ്ക്കുന്നത് ആദ്യ ദൗത്യം. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. TK ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. തളിപ്പറമ്പിൽ കോൺഗ്രസ് അവസരവാദത്തിന്റെ മൂർത്തി രൂപത്തെ കൂടെ നിർത്തി മത്സരിക്കുന്നു. അവസരവാദികൾ LDFന് ഒരു പോറലും ഉണ്ടാക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവസരവാദികൾക്ക് യഥാർത്ഥ UDFകാർ പോലും വോട്ട് ചെയ്യില്ലെന്നും LDFനോട് ഒപ്പം നടന്ന് UDFനൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഗോവിന്ദന്റെ പേര് പറയാതെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. LDFന് അവസരവാദികൾ ഒരു പോറലും ഉണ്ടാക്കില്ല. ഒരു ഘട്ടത്തിലും ഏതെങ്കിലും അവസരവാദിക്ക് തകർക്കാൻ കഴിയുന്നല്ല ആ ജനവിശ്വാസം. സ്ഥാനമോഹങ്ങളുണ്ടാവും ഓരോ വ്യക്തിക്ക്. ആ സ്ഥാനമോഹം എത്ര വലിയ ചളിക്കുള്ളിലാണ് വീഴുന്നതിനിടയാക്കിയെന്ന് ആലോചിച്ചു നോക്കും. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അത്തരമൊരാളെ പേറിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ നിർത്തി, ഇതാ നിങ്ങൾ ഈ അവസരവാദിക്ക് വോട്ട് നൽകൂ എന്ന് UDF പറഞ്ഞാൽ യഥാർത്ഥ UDFകാർ തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറാവുമോ? അത്തരം അവസരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയുണ്ടാവുമോ? പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് വരെ LDFനോടൊപ്പം നിൽക്കുക, LDFന്റെ കൂടെ സഞ്ചരിക്കുക, അതേസമയം മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തുക, മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ട് എങ്ങനെ LDFനെ തകർക്കാൻ പറ്റുക? വിശ്വാസവഞ്ചന എന്ന് പറയുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളല്ലേ അത്? വിശ്വാസവഞ്ചനയുടെ പാരമ്യതയില്ലേ കാണിച്ചത്?
ഏതെങ്കിലും ആൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വടകരയിലെ കാഫർ വിവാദത്തിന് പിന്നാലെ ചൂടുപിടിച്ച് പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദവും. ടി.പി. രാമകൃഷ്ണൻ നോട്ടീസ് നൽകി ഡെപ്യൂട്ടി കളക്ടർ. ഇതിനിടെ വീടുകളിൽ കയറി സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചുവെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കും ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് അയച്ചു. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ നമ്മുടെ കൗമിലെ കുട്ടിയെ വിജയിപ്പിക്കുക എന്ന് UDF ആവശ്യപ്പെടുന്നു എന്നായിരുന്നു LDF വാഹനത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റ്. ആവളമടത്തിൽ മുക്കിൽ നിന്നായിരുന്നു ഈ അനൗൺസ്മെന്റ്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ UDF DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ ടി.പി. രാമകൃഷ്ണന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും സാമുദായിക ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്ന പ്രചരണമാണിതെന്നും കാണിച്ച് നോട്ടീസ് നൽകി. ഇതിനു പിന്നാലെയാണ് ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണം. LDF അങ്ങനെയൊരു അനൗൺസ്മെന്റ് നടത്തിയില്ല എന്നും പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. LDF വാഹനങ്ങളിലെ പ്രചരണ റെക്കോർഡിന്റെ പെൻഡ്രൈവ് നൽകാൻ തയ്യാറാണെന്നും ടി.പി. രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഞങ്ങൾ ഒരു പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളൊരു വിവാദം ഉയർത്തിയിട്ടില്ല. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം വിവാദം ഉയർത്തിയവർ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെന്താ അതിന് മറുപടി പറയേണ്ടത്? UDF ആർക്ക് പരാതി നൽകി? പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. അതേസമയം വീടുകളിൽ കയറി സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചുവെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കും ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് അയച്ചു. തഹ്ലിയയ്ക്കെതിരെ മണ്ഡലത്തിലെ 3 വ്യക്തികളാണ് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് 3 പരാതികൾ നൽകിയിരിക്കുന്നത്. ഇരുകൂട്ടരും ഒരേ വിവാദത്തിൽ ആരോപണമുന്നയിക്കുമ്പോൾ പേരാമ്പ്രയിൽ പോരുമുറുകുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാദം പടരുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിന് പിന്നാലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുമുണ്ടായ വിവാദം ശ്രദ്ധയോടെയാണ് LDF UDF ക്യാമ്പുകളും നിരീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM-ഉം BJP-യും ഡീലുണ്ടെന്ന് രാഷ്ട്രീയ സാക്ഷരതയുള്ള ആരും പറയില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട് ടി.പി. രാമകൃഷ്ണൻ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് വോട്ട് പിടിക്കാൻ അതിന്റെ ആവശ്യമില്ല എന്നും MA ബേബി പറഞ്ഞു. മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെന്നും SDPI-യുമായി CPM ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും MA ബേബി മലപ്പുറത്ത് പറഞ്ഞു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസും UDF-ഉം BJP-യും തമ്മിൽ പലയിടത്തും ഡീലുകൾ ഉണ്ടായി. അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുടെ പ്രശ്നമല്ല. തൃശ്ശൂരിൽ നിന്നും ഒരു ലോക്സഭാംഗം BJP-ക്ക് കിട്ടിയത് ഇതേ പ്രക്രിയയിലൂടെയാണ്. നേമത്ത് നിന്ന് BJP-ക്ക് അതിൻ്റെ പരിണിതപ്രജ്ഞനായ RSS നേതാവിനെ കേരള നിയമസഭയിലേക്ക് ആദ്യമായി അയക്കാൻ കഴിഞ്ഞതും ഇതേ തരത്തിലുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും സഹകരണത്തോടു കൂടിയാണ്. ഈ നടത്തപ്പെട്ട പ്രചരണം തൻ്റെ അറിവോടുകൂടിയല്ല. എന്നാൽ തനിക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന വാഹനത്തിൽ നിന്നും തെറ്റായിട്ടുള്ള എന്തെങ്കിലും പ്രചരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണം ഉണ്ടെങ്കിലും അതിനോട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സഹകരിക്കും. ഇതാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദം ഏറെ അപകടകരമായ ഒന്നാണെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാരമ്പര്യം UDF-ന് ഇല്ല എന്നും തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. ഏറെ അപകടകരമായ ഒന്നാണ്. അവിടെ ഫാത്തിമ തഹ്ലിയയ്ക്ക് എതിരെ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ആവട്ടെ UDF ആവട്ടെ അവിടെ മത സൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ സഹവർത്തിത്വമാണ് ആവശ്യം. എല്ലാ സമൂഹങ്ങളുടെയും വോട്ടുകൾ വാങ്ങി ജയിക്കുക എന്നുള്ളതിനാണ് ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പേരാമ്പ്ര വിവാദ അനൗൺസ്മെന്റ് നടത്തിയ വാഹനം ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്നും MK മുനീർ. വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ എന്നും MK മുനീർ കോഴിക്കോട് പറഞ്ഞു. ആ പ്രചരണ വാഹനം ആരുടേതാണെന്ന് എല്ലാവർക്കും നിയമപരമായി
നടപടിയിലേക്ക് പോകണം. അപ്പോൾ നിയമപരമായി പോകുന്ന ഒരു നടപടിയെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഇനിയിപ്പോൾ സംസാരിക്കണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടിട്ട് നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കാനെന്നുള്ള വിശ്വാസത്തിലാണ് നോട്ടീസ് അയക്കുന്നത്. വിവാദ പ്രസംഗവുമായി വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമ്പോൾ പോലും കണ്ണടച്ചിരുന്ന സർക്കാരാണുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷയില്ലാത്തത്. ഒരു പോലീസ് ഓഫീസറായ തനിക്ക് പോലും ദുരനുഭവം ഉണ്ടായപ്പോൾ ഒരു സഹായവും ലഭിച്ചില്ല എന്നും ശ്രീലേഖ പറഞ്ഞു. അടുത്തിടെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായപ്പോൾ പോലീസിന്റെ പരാതി സെല്ലിൽ നേരിട്ട് വിളിച്ചിട്ട് പോലും സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്നും ശ്രീലേഖ ചോദിച്ചു. ഒരു സർക്കാർ ദൈവവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. ഒരു വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള എനിക്ക് നേരെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് നേരിടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെ കൂടെ നിൽക്കാനോ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ DGP പോലും അന്ന് വരില്ല. ഇതിനെക്കുറിച്ച് പരാതി പറയാനിട്ടല്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടില്ല. കാരണം DGPക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അനുവാദം വേണം. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ FCRA ബിൽ പരിഗണിക്കില്ല. ഈ മാസം 16 മുതൽ 3 ദിവസം ചേരുന്ന സമ്മേളനത്തിന്റെ അജണ്ട വനിതാ സംവരണ ബിൽ മാത്രമാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തി 33% വനിതാ സംവരണം നിശ്ചയിക്കും. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് മുൻപേ വനിതാ സംവരണം നടപ്പാക്കാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കുകയാണ് ഈ മാസം 16 മുതൽ 3 ദിവസം ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിന്റെ ഉദ്ദേശം. നേരത്തെ നിശ്ചയിച്ച പ്രകാരം വ്യാഴാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന ബജറ്റ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചാണ് ഈ മാസം 16-ന് വീണ്ടും ചേരും എന്ന് അറിയിച്ചത്. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ മാത്രമാണ് അജണ്ട എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെ FCRA ബിൽ പരിഗണിക്കില്ല എന്നുറപ്പായി. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടാകില്ല എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സെൻസസ് പ്രകാരമുള്ള മണ്ഡല പുനർവിഭജനം പൂർത്തിയായ ശേഷമേ വനിതാ സംവരണം നിശ്ചയിക്കാനാകൂ. ഇത് മാറ്റിയെടുക്കാനാണ് പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല വിഭജനം നടത്തി 33% വനിതാ സംവരണം നിശ്ചയിക്കും. ഇതോടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 540-ൽ നിന്നും 816 ആകും. ഇതിൽ വനിതകളുടെ എണ്ണം 273 ആയിരിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിൽ മൊത്തം ഹാജരായ അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷം വേണം. വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ ബിസിനസ് മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി നിയമവ്യവസ്ഥകളിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വിവിധ നിയമങ്ങളിലുള്ള 717 നിസ്സാര കുറ്റങ്ങളെ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കി പഴയ നിയമപ്രകാരം ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന സാങ്കേതിക പിഴവുകൾ ഇനി സാമ്പത്തിക കുറ്റമായി കണക്കാക്കും. ഇതോടെ 5 കോടിയോളം കേസുകൾ പിൻവലിക്കപ്പെടും. നിയമമാറ്റത്തിനായുള്ള ജൻവിശ്വാസ് ബിൽ ഇന്നലെ രാജ്യസഭയും പാസാക്കിയിരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്കും സംരംഭകർക്കും ആശ്വാസം നൽകുന്നതാണ് പുതിയ നിയമമെന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പിഴത്തുകയിൽ മാറ്റം ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മക്കയിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക പഠനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂർത്തിയാക്കിയതായി മക്ക റോയൽ കമ്മീഷൻ CEO സ്വാലിഹ് അൽ റാഷിദ് അറിയിച്ചു. നിലവിൽ മക്കയിലെ താമസക്കാരും ഉംറ, ഹജ്ജ് തീർത്ഥാടകരും ജിദ്ദ, തായിഫ് വിമാനത്താവളങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പുതിയ വിമാനത്താവളം വരുന്നതോടെ സൗദി വിഷൻ 2030-ന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും തീർത്ഥാടകർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിയും. ജിദ്ദയിൽ ഫെമിനിച്ചി ഫാത്തിമ സിനിമാ ചർച്ചയും ഗാലക്റ്റിക് ലവ് AI മ്യൂസിക് ആൽബം പോസ്റ്റർ റിലീസും സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇടപാടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ സിനിമയുടെ പുതിയ മേഖലകളിലൊന്നായ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അലി അരീക്കത്ത് സംവിധാനം നിർവഹിക്കുകയും റിയാസ് മുണ്ടേങ്ങര AI മാസ്റ്ററിംഗ് നടത്തിയ ഗാലക്റ്റിക് ലവ് എന്ന AI മ്യൂസിക് ആൽബത്തിൻ്റെ പോസ്റ്റർ ഹംസ മദാരി കബീർ കൊണ്ടോട്ടിക്ക് നൽകി പ്രകാശനം ചെയ്യുകയും ഉണ്ടായി. യുവറയിൽ റുവൈസിലെ കംഫർട്ട് ഹാളിൽ നടന്ന പരിപാടിയിൽ ഉണ്ണി തെക്കേടത്ത്, റഫീഖ് പത്തനാപുരം,
ബഷീർ പരുത്തിക്കുന്നൻ, സന്തോഷ് കലക്കാട്ടിൽ, നസീർ വാവക്കുഞ്ഞ്, ശ്രീത അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി അറേബ്യയിലെ ചരക്ക് ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ രേഖകൾ, വാഹനങ്ങളുടെ പദവിയും ശരിയാക്കിയെടുക്കാൻ കൂടുതൽ സമയം അനുവദിച്ച് ഗതാഗത അതോറിറ്റി ഉത്തരവിട്ടു. ഹെവി ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയമവിധേയമാക്കാൻ ഓഗസ്റ്റ് 27 വരെ സമയമുണ്ടാവും. ഗതാഗത മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമാണ് അതോറിറ്റി ഈ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി റഷ്യ. കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാദ്രോവ് അറിയിച്ചു. ഊർജ്ജം, രാസവളം, വ്യാപാരം, കണക്ടിവിറ്റി തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് മാർച്ചിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ 90% കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നായ മിന അഹമ്മദി റിഫൈനറിക്ക് നേരെ ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. നിരവധി പ്രവർത്തന യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായതായി അധികൃതർ അറിയിച്ചു. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമാണ് പ്രാഥമിക വിവരം. റിഫൈനറിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിനായി പരിസ്ഥിതി പൊതു അതോറിറ്റിയുമായി ഏകോപനം നടത്തി വരികയാണ്. ആക്രമണത്തിന്റെ ഫലമായി ഇതുവരെ ഒരു പ്രതികൂല പാരിസ്ഥിതിക ആഘാതവും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും കുവൈറ്റ് പെട്രോളിയം കമ്പനി അറിയിച്ചു. റിഫൈനറി കൂടാതെ ജല ശുദ്ധീകരണ കേന്ദ്രത്തിനും വൈദ്യുതി നിലയത്തിനും നേരെ ആക്രമണമുണ്ടായതായും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഡ്രോണുകളുടെ വിൽപ്പന നിരോധിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മന്ത്രിതല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഡ്രോണുകളുടെ വ്യാപാരവും വിൽപ്പനയും അനുവദിക്കില്ലെന്നാണ് ഉത്തരവ്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി വിപണിയിൽ ഡ്രോണുകളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥാപനം അടച്ചുപൂട്ടുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ബ്രിട്ടീഷ് വ്യോമ പ്രതിരോധ സംവിധാനമായ റാപ്പിഡ് സെൻട്രി വിന്യസിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. കുവൈറ്റിലെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് ഈ തീരുമാനം. ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹ്മദ് അൽ സബാഹുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ സ്റ്റാർമർ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. കുവൈറ്റ് എണ്ണ സംസ്കരണശാലയിൽ ഇന്ന് പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അപലപിച്ചതായും കുവൈറ്റിലും ഗൾഫ് സഖ്യകക്ഷികൾക്കും ബ്രിട്ടന്റെ പിന്തുണ ആവർത്തിച്ചതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാര്യാലയ വക്താവ് കൂട്ടിച്ചേർത്തു. ഡ്രോണുകളും താഴ്ന്നു പറക്കുന്ന മറ്റ് വ്യോമ ഭീഷണികളും തടയാൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് റാപ്പിഡ് സെൻട്രി. ലുലു ഓൺലൈനിൽ വൻ വിലക്കിഴിവൊരുക്കി ഡിജി സേവേഴ്സ് ഓഫറുകൾ. ലുലു ഓൺലൈനിലൂടെ ലുലു കണക്റ്റിലെ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, IT, ഗെയിമിംഗ്, ഹോം അപ്ലയൻസുകൾ വാങ്ങുമ്പോഴാണ് ഉപഭോക്താക്കൾക്ക് വിലക്കിഴിവും മികച്ച കൂപ്പൺ ഓഫറുകളിലൂടെ 200 റിയാൽ വരെ ഡിസ്കൗണ്ടും ലഭിക്കുക. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മിനിറ്റുകൾക്കകമുള്ള ഡെലിവറിയാണ് ലുലു ഉറപ്പാക്കുന്നത്. ഒപ്പം ഡെലിവറിയും സൗജന്യമാണ്. സ്മാർട്ട് ഫോൺ, TV, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, ടാബുകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, മറ്റ് ടെക് ഗാഡ്ജറ്റുകൾ അടക്കം ഡിജിറ്റൽ ലോകത്തെ പുത്തൻ പുതിയതും ട്രെൻഡിങ്ങുമായ സകല ഉൽപ്പന്നങ്ങൾക്കും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളാണ് ലുലു ഓൺലൈനിൽ ലഭിക്കുന്നത്. ലുലു ഓൺലൈൻ ഷോപ്പിംഗ് ഓഫറുകളെ ഏറ്റവും ആകർഷകമാക്കുന്നത് കൂപ്പൺ കോഡ് ഓഫറുകളാണ്. ഏപ്രിൽ 15 വരെയാണ് ലുലു ഓൺലൈനിൽ ഈ ഓഫറുകൾ ഉണ്ടായിരിക്കുക. കാൽവരിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ UAE-യിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. പീഡാനുഭവ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങിന് വികാരി ഫാദർ ജിജു N. ജോൺ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെക്രട്ടറി എൽദോ അരുൺ ജോസഫ്, ട്രസ്റ്റി ജോബി മാത്യു,
വൈസ് പ്രസിഡന്റ് സൂരജ് കുര്യാക്കോസ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ദുബായ് CSI പാരീസ് മലയാളം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വലിയ വെള്ളിയാഴ്ച ആരാധന ഓൺലൈനായി നടന്നു. CSI ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജിൻ്റെയും ദുബായ് ഇടവക വികാരി രാജു ജേക്കബിൻ്റെയും നേതൃത്വത്തിൽ വചന ശുശ്രൂഷയും ആരാധനയും നടത്തി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും കുരിശിൻ്റെ വഴിയും നടന്നു. FCRA ഭേദഗതിയിൽ നടക്കുന്ന ചർച്ചകൾ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയോൽ സന്ദേശത്തിൽ പറഞ്ഞു. ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും ചൂണ്ടിക്കാട്ടി. ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. സിറോ മലബാർ സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പള്ളിക്കര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലയാറ്റൂർ പള്ളിയിലേക്ക് ആയിരങ്ങളാണ് കുരിശുമേന്തിയെത്തിയത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത്തവണയും മലയാറ്റൂർ മല കയറി. തിരുവനന്തപുരം പാളയത്ത് നടന്ന സംയുക്ത കുരിശിന്റെ വഴിയിൽ കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും തോമസ് ജെ നെറ്റോയും തോമസ് തറയിലും പങ്കെടുത്തു. ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ മിഷണറിമാർ പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. അതിനു പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഷണറിമാരെ പീഡിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു ഒറ്റപ്പെട്ട വ്യക്തിപരമായ ആക്രമണമായി മാത്രം കരുതാനാവില്ല. ക്രൈസ്തവരെയും മിഷണറിമാരെയും ആക്രമിക്കുന്നതിനു പിന്നിൽ ഗൂഢമായ സ്വാർത്ഥ താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. FCRA ഭേദഗതിയിൽ നടക്കുന്ന ചർച്ചകൾ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ദുഃഖവെള്ളി സന്ദേശത്തിൽ പറഞ്ഞു. സഭയെ പീഡിപ്പിക്കുന്നവർ തളർന്നു പോകുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകുക തന്നെ ചെയ്യും. അവരില്ലാതെയാകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. വാഗമൺ കുരിശുമല ഉൾപ്പെടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് പീഠാനുഭവ സ്മരണകൾ പുതുക്കാനെത്തിയത്. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് വാഗമൺ കുരിശുമലയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. പോലീസ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയവയുടെ സേവനവും ലഭ്യമായിരുന്നു. അറുന്നൂറ്റിമംഗലം, അരുവിത്തറ, വല്യച്ചൻ മല എന്നിവിടങ്ങളിലേക്കും ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. നേട്ടങ്ങളുടെ നെറുകിൽ ഇന്ത്യ. തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിധമൻ കമ്മീഷൻ ചെയ്തു. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള INS താരഗിരി കപ്പലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് സമർപ്പിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിധമൻ ഇനി നാവികസേനയുടെ ഭാഗം. വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പൽ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ കടൽ അധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ LNT ആണ് നിർമ്മാണം നടത്തിയത്. INS അരിഹന്ത്, INS അരിഘട്ട് എന്നിവയ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ അന്തർവാഹിനിയാണിത്. മുൻഗാമികളെക്കാൾ കൂടുതൽ മിസൈലുകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15, 3000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള K-4 മിസൈലുകൾ സജ്ജീകരിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ദീർഘകാലം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ വെള്ളത്തിനടിയിൽ തുടരാനും ശത്രുക്കളുടെ ആണവ ആക്രമണത്തിന് മറുപടി നൽകാനും ഇവയ്ക്ക് സാധിക്കും. ഈ നേട്ടത്തോടെ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു.
അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS താരഗിരിയും വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. മുംബൈയിലെ മസഗൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് കപ്പൽ നിർമ്മിച്ചത്. ബ്രഹ്മോസ് മിസൈലുകൾ, ടോർപിഡോകൾ, അത്യാധുനിക സെൻസർ സംവിധാനങ്ങൾ എന്നിവ ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ചു മുന്നേറാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ കപ്പൽ കിഴക്കൻ നാവിക കമാൻഡിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. മുൻ നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി, പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമാകുന്ന 4 ബഹിരാകാശ സഞ്ചാരികളെ വഹിക്കുന്ന ഓറിയോൺ ബഹിരാകാശ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക്. ഓറിയോൺ പേടകം ചന്ദ്രനിലേക്ക് യാത്ര തുടങ്ങി ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ പൂർത്തിയാക്കിയതായി നാസ വ്യക്തമാക്കി. ഭാവി ആർട്ടമിസ് ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ പരീക്ഷണമാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓട്ടോമാറ്റഡ് സംവിധാനങ്ങൾ തകരാറിലായാൽ ഉപയോഗിക്കുന്ന മാനുവൽ പൈലറ്റിംഗ് സംവിധാനം, പുതിയ ലേസർ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അടക്കം സഞ്ചാരികൾ പരീക്ഷിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.